PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് HSA നാച്ചുറൽ സയൻസിലെ ജൈവ തന്മാത്രകൾ എന്ന ടോപ്പിക്കിലെ 20 ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഒന്ന്, ഫോസ്ഫേറ്റ് തന്മാത്രയെ ഫോസ്ഫോ എസ്റ്റർ രാസബന്ധനത്തിലൂടെ ബന്ധിപ്പിക്കുമ്പോൾ ആ തന്മാത്രയെ പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്, ന്യൂക്ലിയോടൈഡ്. 2, യൂക്കാരിയോട്ടുകളിലെ ക്രമീകരണം കുറച്ചുകൂടി സങ്കീർണമാണ്. ഇവയിൽ ഒരു കൂട്ടം പോസിറ്റീവ് ചാർജുള്ള ബേസിക മാംസ്യങ്ങളെ പറയുന്നത്. 2, ഓപ്ഷൻ ബി ആണ് ഹിസ്റ്റോണുകൾ എന്നാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ബേസിക മാംസ്യങ്ങളെ പറയുന്നതാണ് ഹിസ്റ്റോണുകൾ എന്ന്. 3, 8 ഹിസ്റ്റോൺ സഹതന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏകകങ്ങളാണ് ഹിസ്റ്റോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയെ പറയുന്നത്. 3, ഓപ്ഷൻ സി ആണ് ഹിസ്റ്റോൺ അഷ്ടകങ്ങൾ. അപ്പോൾ അതിൽ 8 സഹതന്മാത്രകളാണ് അവയെ ഏകകങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കാം. 4, ക്രോമാറ്റിൻ തന്തുക്കളെ ഇത്തരത്തിൽ ചേർത്ത് നിർത്തുന്നതിനായി മറ്റനവധി മാംസ്യങ്ങൾ സഹായിക്കുന്നു. ഇവ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഹിസ്റ്റോൺ ഇതര മാംസ്യങ്ങൾ. 5, പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ അഷ്ടകങ്ങളെ നെഗറ്റീവ് ചാർജുള്ള DNA ഘടകങ്ങൾ ചുറ്റി രൂപം കൊള്ളുന്ന ഘടനയെ പറയുന്നത്. 5, ഓപ്ഷൻ എ ആണ് ന്യൂക്ലിയോസോം. 6, കോശമർമ്മത്തിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ന്യൂക്ലിയോസോം ഘടനയുടെ ആവർത്തനങ്ങളെ പറയുന്നത്. 6, ഓപ്ഷൻ ബി ആണ് ക്രോമാറ്റിനുകൾ. 7, ഈ കോളി പോലെയുള്ള ജീവകോശങ്ങളിൽ DNA ഇരട്ടിക്കൽ പ്രക്രിയയ്ക്ക് ഒരു കൂട്ടം ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ രാസാഗ്നികൾ ആവശ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്ഷൻ എ ആണ് DNA ആശ്രിത DNA പോളിമറൈസ്. 8, ഇരട്ടിക്കൽ സംഭവിക്കുന്നത് DNAയിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ്. അത്തരം ഭാഗങ്ങളെ പറയുന്നത്. 8, ഓപ്ഷൻ ബി ആണ് ഇരട്ടിക്കൽ കവണ. ഈ കോളിയിൽ കൃത്യമായ ഭാഗങ്ങളിലാണ് DNA ഇരട്ടിക്കൽ ആരംഭിക്കുന്നത്. അത്തരം സ്ഥാനങ്ങളെ പറയുന്നത്. 9, സി ആണ് ഇരട്ടിക്കലിൻ്റെ പ്രഭവസ്ഥാനം. 10, ഒരു DNA ഇഴകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ജനിതക വിവരങ്ങളെ RNAയിലേക്ക് പകർത്തുന്ന പ്രവർത്തനത്തെ. 10, ഓപ്ഷൻ ഡി ആണ് അനുലേഖനം. 11, ഖണ്ഡിത ജീനുകൾക്കിടയിൽ എക്സോണുകൾക്കിടയിൽ കാണപ്പെടുന്ന DNA ശ്രേണിയാണ്. 11, ഓപ്ഷൻ എ ആണ് ബംഗശ്രേണികൾ. ഖണ്ഡിത ജീനുകളിലെ എക്സോണുകൾക്കിടയിൽ കാണപ്പെടുന്ന DNAയുടെ ശ്രേണിയെ പറയുന്ന പേരാണ് ബംഗശ്രേണികൾ. ഇനി 12 വരുന്നത്, ഒരു പോളിപെപ്റ്റൈഡിനെ പ്രതിനിധാനം ചെയ്യുന്ന സംജ്ഞകൾ ഉൾപ്പെടുന്ന DNA ഖണ്ഡം എന്ന് പറയുന്നത് സിസ്ട്രോൺ ആണ്. ഒരു പോളിപെപ്റ്റൈഡിനെ പ്രതിനിധാനം ചെയ്യുന്ന സംജ്ഞ അല്ലെങ്കിൽ ഒരു DNAയുടെ ഒരു ശ്രേണി അറിയപ്പെടുന്നത് സിസ്ട്രോൺ ആണ്. 13, അനുലേഖന പ്രക്രിയ തുടങ്ങുന്നതിനും പ്രാരംഭ ഘടകവും അവസാനിക്കുന്നതിന് പറയുന്നത് വിരാമ ഘടകം എന്നാണ്. 14, ഇൻട്രോണുകൾ നീക്കം ചെയ്ത് എക്സോണുകളെ യഥാക്രമം യോജിപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഛേദനം എന്ന് പറയുന്നു. 15, മീഥൈൻ ഗുവാസുനിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ഒരു അസാധാരണ ന്യൂക്ലിയോടൈഡ് HRNAയുടെ 5 അഗ്രത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രവർത്തനമാണ്. ഓപ്ഷൻ എ ആണ് ക്യാപ്പിംഗ് ആണ്. 16, അഡിനൈറ്റഡ് തന്മാത്രകൾ HMRNAയുടെ 3ാമത്തെ അഗ്രത്തിൽ ഉറപ്പിക്കുന്നതിനെ പറയുന്നത് ടെയിലിംഗ് എന്നാണ്. 17, സ്ട്രക്ചറൽ പ്രോട്ടീനുകളിൽ ഉൾപ്പെടാത്തവ. 17, ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, ആക്റ്റിൻ ആണ്. 18, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. 18, ഓപ്ഷൻ ഡി തന്നെയാണ്. 18 വരുന്നത് ഹീമോഗ്ലോബിൻ ആണ്. 19, കോൺട്രാക്റ്റൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആക്റ്റിൻ ആണ്. കോൺട്രാക്റ്റൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആക്റ്റിൻ ആണ്. 20, ജനറ്റിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 20ൻ്റേത് ഓപ്ഷൻ സി, ഹിസ്റ്റോൺ ആണ് ജനറ്റിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആക്റ്റിൻ ആണ്. അതുപോലെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, താങ്ക് യു.